വിശദമായി നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ലെത്താൻ സാധ്യത തേടി BDJS. BJP-യുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന സൂചന. സുധീരന്റെ രാജിയോടെ UDF പ്രവേശനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BDJS. വിവരങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, സുധീരൻ രാജിവെച്ചതോടെ ഇനി UDF-ലേക്ക് കോൺഗ്രസ് വഴി കടന്നു കയറാം എന്ന പ്രതീക്ഷയിലാണോ നിലവിൽ BJP-യുമായി NDA ഉണ്ടെങ്കിൽ പോലും തെറ്റി നിൽക്കുന്ന BDJS? തീർച്ചയായും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്നെ UDF ക്യാമ്പിലേക്ക് ചേക്കാറുള്ള ശ്രമങ്ങളാണ് BDJസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP-യുമായി ഇപ്പോൾ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BDJസിനെ UDF ക്യാമ്പിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി BDJS നേതൃത്വം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ പ്രാഥമിക ചർച്ച നടത്തിയുള്ള സൂചനയാണ് BDJS നേതാക്കൾ നൽകുന്നത്. ഒപ്പം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് VM സുധീരൻ രാജിവെച്ചതോടെ തങ്ങൾ UDF-ലേക്ക് വരുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ പോയി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് UDF പ്രവേശനം എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് BDJS. ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ BDJSന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. പൊതുവെ BJP നേതൃത്വം ഒരു NDA മുന്നണിയായി സംസ്ഥാനത്ത് അധികാരത്തിൽ സംസ്ഥാനത്ത് രൂപപ്പെടുത്തിയെടുത്തെങ്കിലും സമരങ്ങളെല്ലാം തന്നെ BJP ഹൈജാക്ക് ചെയ്ത സ്ഥിതിയിലേക്ക് പോകുന്നു. സാമൂഹ്യ നീതിക്ക് വേണ്ടി BJPക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി വോട്ട് നേടിയെന്നല്ലാതെ പിന്നീട് തങ്ങളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് BDJS അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ UDF ക്യാമ്പിലേക്ക് കയറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ BDJS അടക്കമുള്ളവർ തേടിക്കൊണ്ടിരിക്കുന്നതും അത് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഹൈക്കമാൻഡിൽ നിന്നും A ഗ്രൂപ്പിലെ KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ, കാരണം സുധീരൻ അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ക്ഷയിച്ചിരുന്ന ശക്തി വീണ്ടും തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഇതുപോലുള്ള സാധ്യതകളുമായി BDJS മുന്നോട്ട് പോകുന്നത്. ശരി, TP പ്രശാന്താണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ BJP പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട്. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ സജീവ പരിഗണനയിലെങ്കിലും ലക്നൌ മേയർ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കുമെന്നും സൂചനകൾ വരുന്നു. ഇതിനിടയിൽ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിന് BJP നീക്കം ശക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ചേർന്ന കോൺഗ്രസ് പാർട്ടി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇല്ലില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. കോൺഗ്രസിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ചു കൊണ്ടുപോകണം. അടുത്ത വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ മൊത്തത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പൊളിറ്റിക്കൽ നെസസിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് തർക്കങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് യുണാനിമിറ്റിയോടുകൂടിയ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമായ ലീഡർഷിപ്പിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ
പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. മരിച്ച 20കാരി നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ആരോപിച്ചു. എന്നാൽ വീട്ടുകാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരം തുടങ്ങി. 2016 ഡിസംബർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലായാണ് പാലക്കാട് പാലന ആശുപത്രിയിലെ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തത്. ഈ മാസം 2 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. 5 ദിവസം മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി ഇതേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 20 മരിച്ച അവിവാഹിതയായ യുവതി നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നഴ്സിംഗ് സ്റ്റാഫായ യുവതി ചിറ്റൂരിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ ലൈംഗിക അതിക്രമമടക്കമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇതുവരെ പരാതി നൽകാത്ത വീട്ടുകാർക്കും സംശയമുണ്ട്. സംശയത്തിന് സാധ്യതയുണ്ട്, പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ മോള് ഇപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ എന്തോ വന്ന് മരണപ്പെട്ട അവളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള കാര്യം അറിയില്ലല്ലോ. ആശുപത്രിയിലെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ജില്ലാ നേതൃത്വം പറയുന്നു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പരാതി നൽകിയില്ലെങ്കിലും മരിച്ച കുട്ടികളുടെ വീടുകളിൽ ASP G പൂങ്കുഴലി നേരിട്ടെത്തി അന്വേഷണം നടത്തി. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. കുടിവെള്ളം കിട്ടാക്കനിയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് ഈ പ്രദേശം. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടുകയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ? ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാള് ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കള് പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്.